തൃശൂരിന്റെ മണ്ണിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറുകയാണ്. തൃശൂരിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഒരേ സ്ഥലത്ത് ഒത്തുകൂടുന്നത് പൊങ്ങണക്കാട്ടെ നീനു സ്റ്റിച്ചിങ് യൂണിറ്റിലാണ്. തൃശൂരിലെ എല്ലാ പാർട്ടിക്കാരുടെയും പ്രചാരണത്തിന് മാറ്റുകൂട്ടുന്നത് കുടുംബശ്രീ അംഗങ്ങൾ ആരംഭിച്ച ഈ നീനു സ്റ്റിച്ചിങ് യൂണിറ്റിലാണ്. കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ ഈ യൂണിറ്റിൽ പാർട്ടികളുടെ കൊടികൾ, തോരണങ്ങൾ, പട്ടങ്ങൾ, സ്ഥാനാർത്ഥികളുടെ മുഖം പതിച്ച ബാഡ്ജുകൾ തുടങ്ങി എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ് രീതി. കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് 2016 ആരംഭിച്ച യൂണിറ്റ് ഈ വർഷം ആദ്യമാണ് പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് 15,000-ഓളം കൊടികൾ ഉണ്ടാക്കിയ ഇവർ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി നിർമ്മാണ ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ രാജസ്ഥാൻ, തിരുപ്പൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രിന്റ് എടുത്ത് ബാഡ്ജുകളിൽ ഒട്ടിക്കും. കൊടിയിലും പട്ടങ്ങളിലും ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്യും. കൂടുതലും നോൺ വോവൺ തുണിത്തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമനുസരിച്ച് കോട്ടൺ തുണിയും ഉപയോഗിക്കും. പാർട്ടിക്കാർക്ക് നേരിട്ടും ഹോൾസെയിലായും ഓർഡർ അനുസരിച്ചാണ് നിർമ്മാണം ചെയ്തു കൊടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 10 പേർ യൂണിറ്റിലിരുന്നും 10 പേർ വീട്ടിലിരുന്നുമാണ് ജോലികൾ ചെയ്തു തീർക്കുന്നത്. അടുത്ത ദിവസം തന്നെ മുടിക്കോട് ഇവരുടെ പുതിയ യൂണിറ്റ് ആരംഭിച്ച് കൂടുതൽ ഇലക്ഷൻ വർക്കുകളിലേക്ക് തിരിയുകയാണിവർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിലും മിതമായ നിരക്കിലുമാണ് ഇവർ ഇവിടെ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭമെന്നാണ് പറയാനുള്ളൂ. ഇലക്ഷൻ ചൂടുപിടിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്നിട്ടാണ്, നിങ്ങളുടെ അടുത്ത് വന്നിട്ടാണല്ലേ പരിപാടികളുടെ തോരണങ്ങളും കൊടികളൊക്കെ എടുക്കുന്നുണ്ട്. ഓർഡർ എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇതിവിടെ തുടങ്ങിയിട്ട് 3 വർഷം ആയിട്ടുണ്ട്. ഈ 3 വർഷമായിട്ട് പ്രചരണ പരിപാടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾ അങ്ങനെ ഇല്ല. ഇപ്പൊ ഈ ഇലക്ഷന്റെ ഈ വർക്കുകൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതാണ്. UDF-ന്റെ LDF-ന്റെ BJP-യുടെ ഒരുപോലെയാണോ? എല്ലാവരുടെയും ചെയ്യുന്നുണ്ട്. ആദ്യം തന്നത് ആരാ? UDF ആണോ LDF ആണോ BJP ആണോ? അങ്ങനെ വെച്ചാ നമ്മള് ഈ 3 ആൾക്കാരുടെയും ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ ബാഡ്ജ്, കൊടി, തോരണങ്ങള്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഈ നല്ല ചൂട് പിടിച്ച പ്രചരണമാണ് 3 ഭാഗങ്ങളുടെ നടക്കുന്നത്. UDF-ന്റെ ആണെങ്കിലും LDF-ന്റെ ആണെങ്കിലും BJP-യുടെ ആണെന്നുണ്ടെങ്കിലും. അപ്പൊ ഈ വിജയ സാധ്യത അങ്ങനെ വല്ലതും രാഷ്ട്രീയം ഉണ്ടോ? അയ്യോ, നമുക്ക് ഇവിടെ 3 കൂട്ടരുണ്ട്. അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ പറയാൻ പറ്റില്ല. 3 കൂട്ടര് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അതന്നെ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ? എന്താണ് അവസ്ഥകൾ? ഇവിടെ ഇപ്പൊ ഞങ്ങള് മറ്റേ കൊടിക്കൂറ, അരങ്ങുകള്, ബാഡ്ജുകള് എല്ലാം അടിക്കുന്നുണ്ട്. 3 പാർട്ടിയുടെ ഉണ്ട്. ഞങ്ങക്ക് ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല. ഞങ്ങൾ ഏത് പാർട്ടിക്കാരുടെയും എല്ലാവരും അടിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും അടിക്കും. അതെ, ഇവിടെ രാഷ്ട്രീയം ഇല്ല. ഞങ്ങക്ക് എല്ലാ പാർട്ടിക്കാരും അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിക്കാരുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് ഉണ്ട്. അത് ഇവിടെ ഇല്ല, സ്ഥാപനത്തിലില്ല. ഒന്നും ചെയ്യാനില്ല. തയ്ക്കണേനെ പറ്റിട്ട് അതില്ല. ഏത് പാർട്ടിക്കാരെ അടിച്ചു ഇല്ല. ആരും വന്നാലും അടിക്കും. ഈ 3 രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥികള് ഇവിടെ നിങ്ങളെ സന്ദർശനം നടത്തിയിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹമുണ്ടോ വരണം? ആര് വരണം? ഏറ്റവും കൂടുതൽ ആഗ്രഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ? പോയി, കഴിഞ്ഞ ആഴ്ചക്ക് ഇതിന് പോയി. പക്ഷെ ആള് രാവിലെ നേരത്തെ പോയി. അതൊന്നും കണ്ടില്ല. സമയം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമില്ലേ? വരാനാണോ? ഞങ്ങക്ക് കാണണമെന്നൊക്കെ ഉണ്ട്. 3 പേരെ ഒരുപോലെ കാണുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുടെ പേര് പറഞ്ഞോ, നമുക്ക് നടത്തി തരാം. K. മുരളീധരനെയാണോ, VS സുനിൽകുമാറിനെയാണോ, സുരേഷ് ഗോപിനെയാണോ?
കാണാൻ കൂടുതൽ ആഗ്രഹം? അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുപേരും വരണം അല്ലേ? മൂന്നുപേരും വരണം കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ശരി, ഇനിയിപ്പോ ഈ വർഷം കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സജീവമാക്കി പോയി ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രചരണ രീതികൾ? സജീവ കുഞ്ഞുങ്ങള് ഇവിടെ തയ്ക്കാനൊക്കെ കൊണ്ടുവന്ന ഇതെങ്ങനെ ലാഭകരമാണോ ഈ പരിപാടി? അത് മുതലാളിയോട് അത് നമുക്കറിയില്ല, അത് മുതലാളിയോട് സ്റ്റാഫുകളാണ്. ചൂട് പിടിച്ച രാഷ്ട്രീയ തിരക്കുകളിലാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും. അവരുടെ തിരക്കുകൾ പോലെ തന്നെയാണ് 3 മുന്നണികൾക്ക് വേണ്ടി കൊടികളും ബാനറുകളും അരങ്ങും തോരണവുമെല്ലാം തയ്യാറാക്കുന്ന ഈ പെൺകൊടികളുടെ തിരക്കും. തൃശ്ശൂരിൽ നിന്നും അന്വേഷണം ന്യൂസിന് വേണ്ടി യൂസഫ് അരിയന്നൂർ.